പലതരം ക്രേസുള്ള ആളുകൾ നമ്മൾ കണ്ടിരിക്കണം. അതായത് ചിലപ്പോൾ റീചാർജ് കൂപ്പണൊക്കെ കളക്ട് ചെയ്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മാച്ച് ബോക്സിൻ്റെ ഒക്കെ കളക്ട് ചെയ്ത് വെക്കുക, കോയിൻസ് കളക്ട് ചെയ്ത് വെക്കുക, പഴയ നോട്ടുകൾ കണക്ട് ചെയ്യുക, അതർ കൺട്രീസിലെ നോട്ട്സ് കളക്ട് ചെയ്യുക, കോയിൻസ് കളക്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് ക്രേസുള്ള പലതരം ഹോബികളുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരുപാട് പണക്കാർക്കൊക്കെ വലിയ വലിയ ഹോബികളുണ്ട്. അതായത് വിൻറ്റേജ് കാറുകൾ പർച്ചേസ് ചെയ്യുക, അങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള കുറച്ച് ആളുകളുണ്ടാവും. അതായത് ആദ്യത്തെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഫസ്റ്റ് മോഡലുകൾ പർച്ചേസ് ചെയ്യുക, അങ്ങനെയുള്ളവർക്ക് ഒരു ഗോൾഡൻ ചാൻസ് വരുന്നുണ്ട്. അതായത് ഐഫോണിൻ്റെ ആദ്യ മോഡൽ ഇപ്പോൾ ഓപ്ഷന് വെച്ചിട്ടുണ്ട്, ലേലത്തിൽ പോകുന്നുണ്ട്. LSG ഓപ്ഷൻസിലാണ് ഈ ഒരു ലേലം ഇപ്പോൾ നടക്കുന്നത്. അതായത് 2007 ജൂൺ 29 അങ്ങനെ എന്തിനാണ് ആദ്യത്തെ ഐഫോൺ പുറത്തിറങ്ങുന്നത്. അന്നത്തെ കാലത്ത് ഇറങ്ങിയ മോഡലുകളൊക്കെ പലപ്പോഴായിട്ട് ലേലത്തിൽ വെച്ചിട്ട് റെക്കോർഡ് തുകക്ക് അത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ ഇപ്പോൾ വെച്ചിട്ടുള്ളത് $10,000 ബേസ് പ്രൈസ് വെച്ചിട്ടാണ്. അത് ഏകദേശം വിറ്റ് പോകുക എന്ന് പറയുന്നത് $2 ലക്ഷം പോകുമെന്നാണ് പറയുന്നത്. അതായത് ഏകദേശം ഒരു എത്രയോ കോടികൾ വരും, കറക്റ്റ് എമൗണ്ട് എനിക്കറിയില്ല, എന്നാൽ എത്രയോ കോടികൾ വരും. അത് അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം, കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു 4GB RAM വരുന്നൊരു മോഡൽ വിറ്റുപോയത് $1,90,000. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വർഷം അതിൽ കൂടുതൽ പോകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര രൂപക്കാണ് അത് പോകുക എന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ മോഡലാണ് ഐഫോണിൻ്റെ. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇതിൻ്റെ ഒരു ഓപ്ഷൻ നടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അതെന്താ വെച്ചാൽ അത് വാങ്ങി, പിന്നെ ഈ ഒരു ഐഫോണിൻ്റെ പ്രത്യേകത, ഇതവർ പറയുന്നത് ഇതുവരെ ആ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടില്ല, അതാരും യൂസ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു ഫോണാണിത് എന്നാണ് അവർ പറയുന്നത്. സോ അത് നമുക്ക് തോന്നുമ്പോൾ എങ്ങനെ വരികയെന്ന് വെച്ചാൽ അതൊരു ഫ്രഷ് പീസ് പോലെ തന്നെ, അതായത് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് അത് കിട്ടുന്നൊരു ഫ്രഷ് പീസ് തന്നെ. പക്ഷേ അവർ ഫ്രഷ് പീസ് ആവുന്ന സമയത്ത് 2007 ഇറങ്ങിയൊരു ഒരു ഫോണ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് വർക്കാവണം എന്നൊക്കെ വിചാരിക്കുക. എങ്കിലും അത് എത്ര രൂപക്കാണ് വിറ്റ് പോകാന്നുള്ളത് അത് വിറ്റ് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം. എന്നാലും ഒരു നല്ല റെക്കോർഡിനാവും അതും പോവുക. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ $1,90,000 ഒരു 4GB റാമിൻ്റെ മോഡൽ വിറ്റ് പോയി. സോ ഇതിനവർ പറയുന്നത് മിനിമം ഒരു $2 ലക്ഷം കിട്ടുമെന്നാണ്. എങ്കിലും നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെൻമി ഡിജിറ്റൽ അക്കാഡമി.